പ്രോഗ്രാം ടു പ്രിൻറ്റ് ദി മാർക്ക് ലിസ്റ്റ് ഓഫ് n സ്റ്റുഡൻസ്. ഇത് നമ്മൾ നേരത്തെ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. സെയിം പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെയും അറേ ഓഫ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഇൻപുട്ട് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിന് പകരം ഒരു ഫയലിനകത്ത് നമ്മൾ ഇൻപുട്ട് നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യണത് ഫയലിനകത്തു നിന്നാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് റീഡ് ചെയ്യണത് ഫയൽ സ്കാൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതേ ഓർഡറിൽ വേണം നമ്മൾ ഫയലിൽ കൊടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ വിചാരിക്കുന്നത് ഫയലിനകത്ത്, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫയൽ മാനുവലി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം ഫയൽ മാനുവലി ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം ഇൻപുട്ട് ഫയലിനകത്തുനിന്ന് റീഡ് ചെയ്യുക, ദെൻ മാർക്ക് ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക. ഈ 3 സ്റ്റെപ്പുകളാണ് ചെയ്യുന്നത്. അപ്പോൾ മാനുവലി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് പാഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക ഒരു ഫയലിലെ കണ്ടൻറ്റ്, എന്നിട്ട് ഇത് സേവ് ചെയ്യണം. എന്നിട്ട് ആ ഫയലിനകത്തു നിന്നാണ് നമ്മൾ പ്രോഗ്രാമിൽ റീഡ് ചെയ്യാൻ വേണം. പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ഫയൽ നെയിമാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെയിം വെച്ചിട്ട് അതേ ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക. പ്രോഗ്രാമിൽ റീഡ് ചെയ്യേണ്ട കണ്ടൻറ്റ് എന്ത് ഓർഡറിലാണ് കൊടുത്തതെന്ന് വെച്ചാൽ ആ ഓർഡറിൽ നമ്മൾ ഫയലിലും വേണം, അല്ലെങ്കിൽ ഫയലിൽ എങ്ങനെയാണോ നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ആ ഓർഡറിൽ പ്രോഗ്രാം എഴുതണം. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫയലിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ വേണം, സ്റ്റുഡൻറ്റിൻ്റെ നെയിം വേണം, ദെൻ മാർക്ക് ഇൻ 5 സബ്ജക്ട്സ്, 5 സബ്ജക്ട്സിൻ്റെ മാർക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫയലിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് റീഡ് ചെയ്തിട്ട് ഒരു അറേ ഓഫ് സ്ട്രക്ചേഴ്സിൽ വയ്ക്കും. എന്നിട്ട് അതിൽ ഓരോ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ഇത് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും നെയിമും 5 സബ്ജക്റ്റിൻ്റെ മാർക്കും കൂടെ നമ്മൾ അതിൻ്റെ ആ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്കും കൂടെ കണ്ടുപിടിക്കും, അതും പ്രിൻറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മാർക്ക് ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫയലിൽ സ്റ്റോർ ചെയ്യേണ്ടത് റോൾ നമ്പറും നെയിമും 5 സബ്ജക്റ്റിൻ്റെ മാർക്കുമാണ്. അപ്പോൾ അത് ആദ്യം ഫയലിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെ വേണം, നമ്മൾ നേരത്തെ fprintfഉം fscanf ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് scanf വർക്ക് ചെയ്യുക, അതേപോലെയാണ് fscanf വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം റോൾ നമ്പർ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ടാബോ എൻ്ററോ എന്തെങ്കിലും പ്രസ് ചെയ്തിട്ട് വേണം അടുത്ത നമ്പർ, അല്ലെങ്കിൽ അടുത്ത ടേം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെയിം അത് ടൈപ്പ് ചെയ്യാൻ. അപ്പം ഞാൻ ടാബ് ഇട്ടിട്ട് നമുക്ക് ഫയൽ കാണുമ്പോൾ ഒരു പ്രോപ്പർ ഫോർമാറ്റിലും കൂടെ ഇരിക്കണം. അതുകൊണ്ട് റോൾ നമ്പർ ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു ടാബ് ഇട്ടിട്ട് ഒരു നെയിം ടൈപ്പ് ചെയ്യുക, എന്നിട്ടൊരു ടാബ് ഇട്ടിട്ട് ഫസ്റ്റ് മാർക്ക്, ദെൻ ടാബ് സെക്കൻഡ് മാർക്ക്, അങ്ങനെ 5 മാർക്ക് കഴിഞ്ഞാൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോൾ നമ്പർ, ടാബ്, ഒരു നെയിം, ദെൻ ടാബ് ഫസ്റ്റ് മാർക്ക്, ടാബ് സെക്കൻഡ് മാർക്ക്, അങ്ങനെ 5 സബ്ജക്റ്റിൻ്റെ മാർക്ക്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർ അടിച്ചു, അടുത്ത ലൈനിൽ വന്നു. ഇങ്ങനെ ഞാൻ 3 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4th സ്റ്റുഡൻറ്റിൻ്റെയും കൂടെ ഞാൻ എൻ്റർ ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് മാർക്ക്, സെക്കൻഡ് മാർക്ക്, തേർഡ് മാർക്ക്, 5 മാർക്ക് എൻ്റർ ചെയ്തു, എൻ്റർ കീ അടിച്ചു. ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. എത്ര സ്റ്റുഡൻസ് എന്നുള്ള റെസ്ട്രിക്ഷനൊന്നും ഫയലില്ല. അതിനുശേഷം അത് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ mark.txt എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫയൽ സേവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ mark.txt എന്ന് പറഞ്ഞൊരു ഫയലിനകത്ത് ഞാനിപ്പോൾ 4 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര സ്റ്റുഡൻസിൻ്റെ വേണമെന്ന് വെച്ചാൽ അത്രയും ഒരേ ഫോർമാറ്റിൽ, ഇതേ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. അപ്പോൾ പ്രോഗ്രാമിൽ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറിലാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ. അതിനകത്ത് ഫസ്റ്റ് ഒരു ഇൻറ്റിജർ റോൾ നമ്പർ, ദെൻ ഒരു ക്യാരക്ടർ അറേ, 25 ലെങ്ത്തുള്ള ഒരു ക്യാരക്ടർ അറേ, ദെൻ 5 സബ്ജക്റ്റിൻ്റെ മാർക്ക്, 5ഉം ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ ഒരു മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞിട്ടൊരു അറേയും എടുത്തു. ഇങ്ങനൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. അതിനെ ഞാൻ ടൈപ്പ് ഡെഫ് വെച്ചിട്ട് സ്റ്റുഡ് എന്ന് പേരിട്ടു. അതായത് സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഡിഫൈൻ ചെയ്ത സ്ട്രക്ചറിനെ ഞാൻ സ്റ്റുഡ് എന്ന് റീനെയിം ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് സ്റ്റുഡ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾസിനെയൊക്കെ ഡിക്ലെയർ ചെയ്താൽ മതി, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി മെയിനിനകത്ത് ഞാൻ സ്റ്റുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്. അറേ ഓഫ് സ്ട്രക്ചേഴ്സ് സ്റ്റുഡ് എസ്. അതിൻ്റെ സൈസ് ഞാൻ മാക്സ് എന്ന് കൊടുത്തു.
മാത്സ് എന്താണെന്ന് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് 10 എന്നാണ് കൊടുത്തത്. അതെനിക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ മാത്സ് എന്ന് മുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചത്. അതായത് സ്റ്റുഡ് എസ് ഓഫ് 10 ആണ് ഇപ്പം ഞാൻ ഡിക്ലെയർ ചെയ്ത അറേ. അതായത് 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ. ഇപ്പോൾ 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള സൈസ് അറേക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫയലിൽ ഇപ്പോൾ എത്രയേ ഉള്ളൂ, 4 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളൂ. അപ്പോൾ 4 എണ്ണം സ്റ്റോർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഫയലിൽ ഒരു 20 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിനകത്ത് 10 സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ആ മാത്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഫയലിനകത്ത് 10 ഉണ്ടെങ്കിൽ 10 സ്റ്റുഡൻസിൻ്റെ കാണിക്കും. അതിന് 10നേക്കാളും കുറവാണ് ഫയൽസിലെ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കും. ഇനി ഇതിനകത്ത് വരുന്ന വേറെ വേരിയബിൾസ് ലൂപ്പ് വേരിയബിൾസ് ആയിട്ട് IM J കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എന്നുവെച്ചാൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ പ്രോഗ്രാമിൽ അറിയില്ല. നമ്മുടെ ഫയലിൽ എത്ര സ്റ്റോർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും, അല്ലെങ്കിൽ ഈ മാത്സ് എത്തണം അത്രയും. അതാണ് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതായത് ഇപ്പോൾ 4 ഫയലിനകത്ത് നമ്മൾ 4 സ്റ്റുഡൻസിൻ്റെയാണ് അതിൽ സ്റ്റോർ ചെയ്തത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയുള്ളൂ. ദെൻ ടോട്ടൽ എന്ന് പറഞ്ഞ വേരിയബിൾ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത വേരിയബിളാണ് ടോട്ടൽ. അങ്ങനെ ഓക്കെ. ഒരു ഫയൽ പോയിൻ്റർ F എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു. ആദ്യം തന്നെ ഫയലിനെ ഓപ്പൺ ചെയ്യാണ്. mark.txt എന്നാണ് ഞാൻ കൊടുത്ത പേര്. അതിന് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുക. കാരണം നമ്മളിനി അതിനകത്ത് ഡീറ്റെയിൽസ് റീഡ് ചെയ്യാൻ പോവാണ്. ഫയൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനകത്ത് ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല, നമ്മൾ പുറത്തുനിന്ന് ക്രിയേറ്റ് ചെയ്തൊരു ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കറക്റ്റായിട്ട് നടന്നോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് F എന്നൊരു പോയിൻ്റിലേക്ക് വെച്ചിട്ടുണ്ട്. F നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ മാത്രമേ അതിനകത്ത് നമ്മളിനി റീഡ് ചെയ്യാൻ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നോക്കി ഇഫ് F നോട്ട് ഈക്വൽ ടു നൾ. F നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ ആണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇനി F ഈക്വൽ ടു നള്ളാണെങ്കിൽ നമ്മൾ താഴെ അതിൻ്റെ എൽസിൽ എഴുതിയിട്ടുണ്ട് ഫെയിൽഡ് ടു ഓപ്പൺ ഫയൽ എന്നൊരു എറർ മെസ്സേജ് കാണിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇത് ഓപ്പൺ സക്സസ് ആണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യണം, ഇതിനകത്തുനിന്ന് ഫയലിനകത്തുനിന്ന് ഓരോ റെക്കോർഡായിട്ട് റീഡ് ചെയ്യണം. അപ്പോൾ ഓരോ റെക്കോർഡായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് fscanf ആണ് യൂസ് ചെയ്തത്. fscanf വെച്ചിട്ട് നമ്മൾ ഒരു റെക്കോർഡ് റീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് റെക്കോർഡിൽ എന്തൊക്കെയുണ്ട്, റോൾ നമ്പറും നെയിമും 5 സബ്ജക്റ്റിൻ്റെ മാർക്കുണ്ട്. ഇത്രയുമാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് റീഡ് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു S ഓഫ് I എടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ ഫയലിലെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ട് S ഓഫ് Iയിലേക്ക് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റോൾ നമ്പറും നെയിമും എടുക്കുകയാണ്. റോൾ നമ്പറും നെയിമും എടുത്തിട്ട് പിന്നെ മാർക്ക് 5 എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ലൂപ്പ് എഴുതാണ്. 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് എഴുതാണ്. അപ്പോൾ ഞാൻ റോൾ നമ്പറും നെയിമും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കാനഫ് എഴുതി. അപ്പോൾ ഈ സ്കാനഫ് നമ്മൾ എഴുതുന്നത് ഒരു ഫോർ ലൂപ്പിനകത്താണ്. ഫോർ ലൂപ്പ് നോക്കുക I ഈക്വൽ ടു 0, I ലെസ് ദാൻ മാക്സ്. കാരണം 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസേ നമ്മളിവിടെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്സിനകത്താണ് നമ്മൾ 10 വെച്ചത്. I ഈക്വൽ ടു 0, I ലെസ് ദാൻ മാക്സ്, I പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞൊരു ലൂപ്പ് എഴുതി. 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് എഴുതി. പക്ഷേ നമുക്ക് 10 ഡീറ്റെയിൽസ് സ്റ്റുഡൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഇത് mark.txt എന്ന് പറഞ്ഞ ഫയലിൽ 10 ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലേ നമുക്ക് 10 ഡീറ്റെയിൽസ് ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പ് എഴുതി. എപ്പോഴെങ്കിലും നമ്മുടെ സ്റ്റുഡൻറ്റ് ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് EOF ആവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ റീഡിങ് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ലൂപ്പിനകത്ത് നിന്ന് ബ്രേക്ക് ചെയ്യും. അടുത്തത് നമ്മൾ റീഡ് ചെയ്യാൻ നോക്കില്ല. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പ് എഴുതി. ലൂപ്പിനകത്ത് ആദ്യം തന്നെ fscanfനകത്ത് ഫയൽ പോയിൻ്റർ F കൊടുത്തു. അതിനകത്ത് ആദ്യം റീഡ് ചെയ്യുന്നത് റോൾ നമ്പറും നെയിമാണ്. റോൾ നമ്പറും നെയിമും എങ്ങോട്ടാണ് വെക്കേണ്ടത്, S ഓഫ് I ഡോട്ട് റോൾ നമ്പർ, അതിനകത്തേക്കാണ് റോൾ നമ്പർ വയ്ക്കേണ്ടത്. ഫസ്റ്റ് കേസിൽ S ഓഫ് 0 ഡോട്ട് റോൾ നമ്പർ, 0th സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ റീഡ് ചെയ്യുക, 0th സ്റ്റുഡൻറ്റിൻ്റെ നെയിം റീഡ് ചെയ്യുക. ഇത് രണ്ടും റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ fscanf റിട്ടേൺ ചെയ്യുന്നത് EOF ആണോ നോക്കണം. EOF ആണെങ്കിൽ നമുക്ക് ഫയൽ തീർന്നു എന്നാണ് അർത്ഥം. അവിടെ വെച്ചിട്ട് ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യണം, അടുത്തത് റീഡ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ fscanf ഇഫിനുള്ളിലിട്ടത്. ഇഫ് fscanf നോട്ട് ഈക്വൽ ടു EOF. നോട്ട് ഈക്വൽ ടു EOF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇത് റോൾ നമ്പറും നെയിമും റീഡ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി മാർക്കും കൂടെ റീഡ് ചെയ്തിട്ട് സ്ട്രക്ചറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് റീഡ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 0 മുതൽ 4 വരെ പോണ ഒരു ലൂപ്പ് എഴുതി മാർക്ക് റീഡ് ചെയ്യാനായിട്ട്. അതിനകത്ത് നമ്മൾ fscanf എന്ന് പറഞ്ഞിട്ട് ഫയലിനകത്തുനിന്ന് റീഡ് ചെയ്യാണ് S ഓഫ് I ഡോട്ട് മാർക്ക് ഓഫ് J, അതായത് S ഓഫ് 0 ഡോട്ട് മാർക്ക് ഓഫ് 0, S ഓഫ് 0 ഡോട്ട് മാർക്ക് ഓഫ് 1, അങ്ങനെ മാർക്ക് ഓഫ് 4 വരെ റീഡ് ചെയ്തു ഒരു സ്റ്റുഡൻറ്റിൻ്റെ. അപ്പോൾ ഇത്രയും
ഈ ഇഫ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ റോൾ നമ്പറും നെയിമും റീഡ് ചെയ്തു, ഇവിടെ മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞിട്ടുള്ള അറേയും റീഡ് ചെയ്തു. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് സ്ട്രക്ചറിലെ ഒരു എലമെൻറ്റായി അറയിലെ ഒരു എലമെൻറ്റായി ഒരു സ്ട്രക്ചർ റീഡ് ചെയ്തു. അതായത് ഒരു എസ് ഓഫ് ഐ റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുക, അടുത്ത എസ് ഓഫ് ഐ റീഡ് ചെയ്യുക. അങ്ങനെയാണ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇഫിൻ്റെ എൽസ്, അതായത് സ്കാൻ എഫിൻ്റെ ഇഫ് അതിൻ്റെ എൽസിൽ നമ്മളിവിടെ ബ്രേക്ക് ചെയ്യണം. അതായത് എപ്പോഴെങ്കിലും ഇത് EOF ആവുകയാണെങ്കിൽ ലൂപ്പ് ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണു. EOF അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലൂപ്പ് അപ്പോൾ എത്ര തവണ വർക്ക് ചെയ്യും നമ്മുടെ പ്രോഗ്രാമിൽ? I 0 ആവുന്ന സമയത്ത് ഫസ്റ്റ് റോ എടുത്തു, I 1 ആയി, I 2 ആയി, I 3 ആയി. ഇത്രയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ 4 റോയും റീഡ് ചെയ്തു. I 4 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സ്കാൻ എഫ് EOF ആണ് റിട്ടേൺ ചെയ്യുക. കാരണം I 4 ആവുന്ന സമയത്ത് നമ്മൾ 5th റോ ആണ് റീഡ് ചെയ്യാൻ നോക്കുന്നത്. 5th റോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഫയലില്ലാത്തതുകൊണ്ട് EOF ആണ് റിട്ടേൺ ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടി എത്ര റോ ഉണ്ടെന്ന്. എന്താ വെച്ചാൽ ഇപ്പോൾ I 4 ആയിട്ടിരിക്കുകയാണ്. I 4 ആയ സമയത്താണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അത്രയും റോസാണ് നമ്മുടെ ഫയലിലുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ n = 5 എന്ന് പറഞ്ഞത്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെക്കോർഡ്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് n ആണ്. അപ്പോൾ n = I എന്ന് ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫയലിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം റീഡ് ചെയ്ത് നമ്മുടെ അറയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോവുക. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പ്രിൻറ്റ് ചെയ്യാം കേട്ടോ. രണ്ടും കൂടെ മിക്സ് ആക്കണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് മാത്രം ഞാനൊരു ലൂപ്പിൽ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഹെഡിങ്ങും റോൾ നമ്പർ, നെയിം, മാർക്ക് എന്നൊക്കെ പറഞ്ഞ ആ ഹെഡിങ്ങൊക്കെ പ്രിൻറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്ട്രക്ചറിനകത്ത് ഓരോ എലമെൻ്റ് എടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അറയുടെ അകത്ത് ഓരോ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അറയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോർ ലൂപ്പ് എഴുതി 0 മുതൽ n-1 വരെ പോവാണ് ഫോർ ലൂപ്പ്. ഈ ലൂപ്പിനകത്താണ് നമ്മളിനി പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്യണം, നെയിം പ്രിൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കലും അതിൻ്റെ കൂടെ തന്നെ ഓരോ മാർക്ക് പ്രിൻറ്റ് ചെയ്യലും ടോട്ടൽ മാർക്ക് പ്രിൻറ്റ് ചെയ്യലും എല്ലാം കൂടെ നമ്മളിനി ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോട്ടൽ മാർക്കിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ എന്നൊരു വേരിയബിൾ എടുത്തിരുന്നു. അത് ആദ്യം 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഇത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ ടോട്ടൽ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി 5 മാർക്സ് ആണുള്ളത്. 5 മാർക്സ് എടുക്കാൻ വേണ്ടിയിട്ട് 0 മുതൽ 4 വരെ പോണ ഒരു ലൂപ്പ് എഴുതി. ഓരോ എസ് ഓഫ് ഐ ഡോട്ട് മാർക്ക് ഓഫ് ജെ എടുത്താലും അതിനെ ടോട്ടലിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എസ് ഓഫ് ഐ ഡോട്ട് മാർക്ക് ഓഫ് ജെ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഫസ്റ്റ് മാർക്ക് എടുക്കും. ഫസ്റ്റ് മാർക്ക് ഇപ്പോൾ 76 ആണെങ്കിൽ 76 പ്രിൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ടോട്ടലിലേക്ക് 76 ആഡ് ചെയ്ത് വയ്ക്കുക. ദെൻ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അടുത്ത മാർക്ക് എടുക്കും. അടുത്ത മാർക്ക് ഇപ്പോൾ 56 ആണെങ്കിൽ 56 ടോട്ടലിലേക്ക് ആഡ് ചെയ്യും, കൂടെ 56 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് 5 മാർക്കും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. 5 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ വെച്ചിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ജെ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ടോട്ടൽ പ്രിൻറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? അടുത്ത ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. ഈ ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. അടുത്ത സ്റ്റുഡൻറ്റിനെ എടുക്കണു, റോൾ നമ്പറും നെയിമും പ്രിൻറ്റ് ചെയ്യണു, ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കണു, 5 മാർക്കും പ്രിൻറ്റ് ചെയ്യണു, ടോട്ടൽ പ്രിൻറ്റ് ചെയ്യണു. ഇങ്ങനെ n സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ ക്ലോസ് ചെയ്യാം. ഫയൽ ഇവിടെ തന്നെ ക്ലോസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ മുന്നേ തന്നെ ക്ലോസ് ചെയ്യാം. ഈ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്ലോസ് ചെയ്യാം. ഫയലിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ തന്നെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇപ്പം ഞാൻ ഔട്ട്പുട്ട് മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് പകരം ഈ ഔട്ട്പുട്ട് അങ്ങനെ തന്നെ വേറൊരു ഫയലിലേക്കും വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം ഞാനിവിടെ എഴുതി സേവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കമ്പൈൽ ചെയ്ത് വെച്ച പ്രോഗ്രാമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യണു. അതെ, 4 റോസ് അതുപോലെ വന്നു. മാർക്ക് ലിസ്റ്റ് നിന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. റോൾ, നെയിം, സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2 അങ്ങനെ പറഞ്ഞ് ഇത്രയും മാർക്കുകളും ടോട്ടലും എല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി F-scanf യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ കൊടുക്കണമെന്ന്. ഇപ്പോൾ ഞാനിവിടെ 5 മാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ വേറൊരു മാർക്കും കൂടെ കൊടുത്തു വിചാരിക്കും. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനകത്ത് എന്താ റീഡ് ചെയ്യാൻ പോണത്? ആദ്യം ഒരു ഇൻറ്റിജർ, ദെൻ ഒരു സ്ട്രിങ്, ദെൻ 5 ഇൻറ്റിജർ റീഡ് ചെയ്യും ഒരു ലൂപ്പിൽ. അടുത്ത ലൂപ്പിൽ വീണ്ടും ഒരു ഇൻറ്റിജർ, ഒരു സ്ട്രിങ്, അങ്ങനെയാണ് റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൂപ്പിൽ ഇത്രയും റീഡ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ലൂപ്പിൽ ഇൻറ്റിജറായിട്ട് ഈ 66 എടുക്കും. പിന്നെ നമുക്ക് എന്താ വേണ്ട? അടുത്തത് ഒരു സ്ട്രിങ് ആണ്.
അല്ലേ? അതായത് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ ആയിട്ട് എടുക്കും, സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ആയിട്ട് എടുക്കും, പിന്നെ സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം റീഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഈ 2 ആണ് കാണുക. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് റീഡ് ചെയ്യേണ്ടത് മുഴുവൻ തെറ്റിപ്പോവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫയൽ മോഡിഫൈ ചെയ്തു, ഫയൽ സേവ് ചെയ്തു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഔട്ട്പുട്ട് വന്നത് മുഴുവൻ തെറ്റാണ്. കാരണം നമ്മുടെ ഫയലിൻ്റെ ഫോർമാറ്റിനനുസരിച്ചല്ല നമ്മൾ സ്കാനഫ് എഴുതിയത്, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ സ്കാനഫിനനുസരിച്ചല്ല ഫയലിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ അതുകൊണ്ട് സ്കാനഫിന് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഫോർമാറ്റിൽ വേണം നമ്മളിത് ഉണ്ടാക്കാൻ.